ULCCS ശതാബ്ദി ആഘോഷം വനിതാ സെമിനാർ സംഘടിപ്പിച്ചു. സർക്കാലയിൽ വെച്ച് നടന്ന പരിപാടി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സൃഷ്ടി, സ്വാതന്ത്ര്യം, പ്രതിസന്ധികളും അവസരങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. രാവിലെ സർക്കാലയിൽ വെച്ച് നടന്ന സെമിനാർ ആരോഗ്യ, വനിതാ, ശിശു വികസന മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സമയബന്ധിതമായി ഏറ്റവും മികവോടെ, അതും വ്യവസ്ഥാപിത നിർമ്മാണ രീതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി, ജനസൗഹൃദമായി, കലാവൈഭവത്തോടെ, അതോടൊപ്പം തന്നെ പ്രകൃതിയോട് ഇണങ്ങുന്ന നിർമ്മിതികളിലൂടെ ആഗോളതലത്തിൽ തന്നെ ഈ രീതിയിൽ പ്രവർത്തനങ്ങൾ സാധ്യമാണ് എന്നുള്ളത് കൂടിയാണ് ULCCS ഈ കാലഘട്ടത്തിൽ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നത്. 100 വർഷം പൂർത്തിയാക്കിയ ULCCSന് ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്. 2024 ഫെബ്രുവരി മാസത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് അതിൻ്റെ ഏതാണ്ട് സമാപനത്തിലേക്ക് ഘട്ടത്തിൽ നമ്മൾ അടുക്കുകയാണ്. ഈ സന്ദർഭത്തിൽ വനിതകളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൻ്റെ സെമിനാറും ചർച്ചകളുമാണ് ഈ സർഗാലയത്തിൽ നടക്കുന്നത്. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P. സതീദേവിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ MLA കാനത്തിൽ ജമീല മുഖ്യ അതിഥിയായി. വിഴിഞ്ഞം പോർട്ട് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ സയ്യർ, വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ KP ബിന്ദു, വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP ഗിരിജ, പയ്യോളി മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ പത്മശ്രീ പള്ളിവളപ്പിൽ എന്നിവർ ആശംസകൾ നേർന്നു. സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി അതിഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി. ഡയറക്ടർമാരായ ശ്രീജ മുരളി സ്വാഗതവും ലുബിന നന്ദിയും പറഞ്ഞു. തുടർന്ന് P. സതീദേവി, ഡോക്ടർ ദിവ്യ സയ്യർ, ബിതു വിൻസെന്റ്, R. രാജശ്രീ, ശീതൾ ശ്യാം എന്നിവർ പങ്കെടുത്ത സെമിനാർ നടന്നു. സൊസൈറ്റിക്ക് ഐക്യ നാണയ സംഘം എന്ന പേരിലുള്ള ഒരു സൊസൈറ്റിക്ക് അന്ന് രൂപം കൊടുത്തത്. ഇന്ന് ഒരു നൂറ്റാണ്ടിനിപ്പുറം ഇരുന്നുകൊണ്ട് എത്ര മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് നൂറ്റാണ്ടിന് മുമ്പ് ഈ വടകരയുടെ മണ്ണിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് എന്ന് ഇന്ന് നമ്മൾ അനുഭവിച്ചറിയുകയാണ്. ഒരു നൂറ്റാണ്ടിന് മുമ്പുള്ള കേരളീയ സമൂഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, തികച്ചും പ്രാകൃതമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് നടുനിവർത്തി നെഞ്ച് വിരിച്ച് നിൽക്കുന്നതിനുള്ള ആർജവമുള്ള മനോഭാവം പോലും കൈവരിക്കപ്പെട്ടിട്ടില്ലാതിരുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് അധ്വാനിച്ച് ജീവിക്കുന്നതിന് വേണ്ടി, അന്തസ്സോടെ മനുഷ്യരായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനം ഉയർന്നു വന്നത്. ജന്മിമാരുടെ അന്തഃപുരങ്ങളിലേക്ക് അധ്വാനിച്ച് അവരുടെ പത്തായപ്പുര നിറക്കുന്നതിന് വേണ്ടി കഠിനമായിട്ട് അധ്വാനിച്ചിരുന്ന മനുഷ്യർക്ക് ഇത്ര രൂപയാണ് എൻ്റെ കൂലി എന്ന് പറയാൻ പോലുമുള്ള അവസരം നിഷേധിച്ചിരുന്ന ഒരു കാലയളവായിരുന്നു അത്. എന്നാൽ ഈ രംഗത്ത് അന്തസ്സുറ്റ ഒരു തൊഴിൽ സംസ്കാരത്തെ വാർത്തെടുക്കുവാൻ ഒരാളുകൾ സൊസൈറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാന്യമായ വേതനവും അതുപോലെ തന്നെ ആരോഗ്യ സുരക്ഷ, ഇൻഷുറൻസ്, സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു വളരെ മാതൃകാപരമായ തൊഴിൽ സംസ്കാരമാണ് ഊരാളുങ്കൽ സൊസൈറ്റി സമൂഹത്തിന് മുന്നിൽ വച്ചിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന പലരും വളരെ വളരെ പിന്നോക്കം നിന്ന സാഹചര്യങ്ങളിൽ നിന്നും ഊരാളുങ്കൽ സൊസൈറ്റിയിലേക്ക് ജോലിക്കെത്തുകയും ഇവിടുത്തെ ജോലി കൊണ്ട്